الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മതം മനുഷ്യൻ്റെ ന്യായമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച പടച്ച റബ്ബിൻ്റേതാണ് ഈ മതത്തിലെ ഓരോ നിയമശാസനകളും. അതുകൊണ്ട് തന്നെ പൊതുവിൽ മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച് വകവെച്ച് തന്നിട്ടുണ്ട്. പൊതുവിൽ ആളുകൾ കാണുന്ന ഒരു ധാരണ, ഒരു തെറ്റായ രീതി എന്താണ് എന്ന് ചോദിച്ചാൽ, മതനിഷ്ഠയുള്ള ആളാണെങ്കിൽ, റിലീജിയസ് ആയ ആളാണെങ്കിൽ ഭൗതികമായ സുഖങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആളായിരിക്കും അയാൾ എന്നുള്ള ഒരു മുൻവിധിയാണ് പലർക്കും ഉള്ളത്. അവർക്ക് പലതും പാടില്ല, കളിയും ചിരിയും വിനോദവും ഒന്നും അവർക്ക് പാടുള്ളതല്ല എന്നൊരു ധാരണ. അത് ശരിയല്ല എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം തെറ്റായ ധാരണകളെ തിരുത്തിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ ശിഷ്യനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇതേപോലെ ഒരു സന്യാസ ജീവിതത്തിന് താല്പര്യമെടുത്ത് പകൽ മുഴുവനും നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ഇതൊക്കെയാണ് മോക്ഷത്തിന്റെ ഒരു മതപരമായ നിഷ്ഠയുടെ രീതി എന്ന് മനസ്സിലാക്കി അങ്ങനെ വെറും ഇബാദത്തുകളായി കഴിഞ്ഞുകൂടുന്ന അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ശാസിച്ച, തിരുത്തിയ സംഭവം ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. വഇന്ന ലിഐനിക അലൈക ഹഖ്ഖ, നിന്റെ കണ്ണിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. അഥവാ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, വിശ്രമിക്കേണ്ട സന്ദർഭങ്ങളിൽ വിശ്രമിക്കണം. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ, നിന്റെ ഇണക്ക് നിന്നിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമുണ്ട്, നിനക്ക് അവളോട് ചില ബാധ്യതകളുണ്ട്. വഇന്ന ലിസൗരിക അലൈക ഹഖ്ഖ, നിന്റെ അടുക്കൽ വിസിറ്റേഴ്സായി കടന്നു വരുന്ന നിന്റെ സന്ദർശകരും കുടുംബക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവരോടും നിനക്ക് ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഒരു സന്യാസ ജീവിതം നയിക്കുന്നവനാണ് ഏറ്റവും വലിയ മുത്തഖി അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ പൊരുത്തം നേടുന്നവൻ എന്ന് ധരിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. എന്നാൽ സദാസമയവും ഗൗരവതരമായ കാര്യങ്ങളിലും ചർച്ചകളിലും മാത്രമാണ് നമ്മൾ മുഴുകുന്നത് എങ്കിൽ അതിനും ഒരു തരം ഹാങ് ഓവർ ഉണ്ടാകും. അതേപോലെ മടുപ്പും അലസതയും സ്വാഭാവികമായിട്ടുണ്ടാകും. മനുഷ്യനത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബ് ആ മനുഷ്യന്റെ നേച്ചർ അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മതത്തിൽ ഇത്തരം കണിശതകൾ കുറച്ചൊക്കെ ഒരു ആശ്വാസമായി നമുക്ക് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തിരക്കും ഉത്തരവാദിത്വമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമുക്കൊരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു ചെറിയ ഉത്തരവാദിത്വം കിട്ടിയാൽ തന്നെ തലവേദനയാണ്, ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പല കുടുംബങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. പല തർക്കങ്ങളിലും സഹോദരങ്ങൾക്കിടയിൽ, അനുചരന്മാർക്കിടയിൽ വിധി കൽപ്പിക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ ഓരോരുത്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പേരക്കുട്ടികളോടൊപ്പം മുട്ടുകുത്തി കളിക്കുന്ന വെല്ലിപ്പയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ഒരു തവണയല്ല, 2 തവണ. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മത്സരിച്ചോടിയപ്പോൾ ഞാൻ അന്ന് മെലിഞ്ഞവളാണ്, മാംസം കുറഞ്ഞ, തടി കുറഞ്ഞ ആളായിരുന്നത് കൊണ്ട് ഞാൻ ആ മത്സരത്തിൽ വിജയിച്ചു. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഞാനുമായി മത്സരിച്ചു. അന്ന് എനിക്ക് ഒരു ഓവർ തടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നിലാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി ബിതിൽക്, ഇത് മറ്റേതിന് പകരമായി. ഇങ്ങനെ കുടുംബവുമായി ചിലവഴിച്ച് അവരുടെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ വകവെച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്ന് ഹബശക്കാർ, എത്യോപ്യയിലെ അബിസീനിയയിലെ ആളുകൾ പള്ളിമുറ്റത്ത് കായിക പ്രകടനങ്ങൾ നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ അത് കാണുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തുറുനി ബിരിദാഇഹി, തന്റെ തട്ടം ഉപയോഗിച്ച് എനിക്കൊരു മറയൊരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സംരക്ഷിച്ചു, എനിക്ക് സൗകര്യമൊരുക്കി. അൻളുറു ഇലാ ലഅബിഹിം, ഞാൻ അവരുടെ കളികൾ, മത്സരങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ കളിയില്ല, ചിരിയില്ല, വിനോദമില്ല എന്ന ആ തെറ്റിദ്ധാരണ തിരുത്തുകയാണ് പ്രമാണങ്ങളിലൂടെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ. എന്നാൽ ദീനും പരലോകവും ഒക്കെ മറന്നുകൊണ്ട് വെറും കളിയും വിനോദവുമായി മാറുന്ന ഒരു രീതി, അതും അപകടകരമാണ്. നമ്മളെ സൃഷ്ടിച്ചത് കളിക്കുവാനും അതേപോലെ വിനോദിക്കുവാനും ചിരിക്കുവാനുമായിട്ടാണോ? നമുക്ക് അതിനേക്കാൾ അപ്പുറത്ത് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ടാർഗറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ മെയിനായ സംഗതിയും സൈഡായിട്ടുള്ള കാര്യങ്ങളും അട്ടിമറിയാൻ പാടില്ല.
അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കണം. ലക്ഷ്യം എന്താണ് എന്നത് മറന്നു പോകരുത്. കുറച്ചൊക്കെ ആകാം എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ടെടുക്കുകയും മെയിനായ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, മതപരമായി വിലക്കപ്പെട്ടവ അതിൽ ഉണ്ടാകാൻ പാടില്ല. കളിയല്ലേ, ചിരിയല്ലേ, തമാശയല്ലേ, വിനോദമല്ലേ എന്ന പേരിൽ ഹറാമുകളെയും ഹലാലുകളെയും പരിഗണിക്കാതെയുള്ള ഒരു സംഗതിയും ഒരു വിശ്വാസിക്കുണ്ടാകുവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വിനോദത്തിന്റെ പേരിൽ, കളിയുടെ പേരിൽ, ആഘോഷത്തിന്റെ പേരിൽ അള്ളാഹു ഹറാമാക്കിയ ഒന്നും ഹലാലാകുന്നില്ല എന്നർത്ഥം. അഥവാ ചൂതാട്ടം പോലെയുള്ള ഇസ്ലാമികമായി വിലക്കിയിട്ടുള്ള ഏതെങ്കിലും തിന്മകൾ, അതല്ലെങ്കിൽ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള കളികളും വിനോദങ്ങളും, ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. രണ്ടാമത്തൊരു കാര്യം, ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ഉപദ്രവകരമാകുന്ന, ഹാനികരമാകുന്ന ഒന്നായിരിക്കരുത് നാം സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ വിനോദിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ആ കളിയും വിനോദവും. മൂന്നാമത്തെ ഒന്ന്, ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാകുന്ന കളികളാകരുത്. വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട്, അതേപോലെ തന്നെ റൂഹുള്ള ജീവജാലങ്ങളുടെ ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരച്ചുകൊണ്ടൊക്കെയുള്ള ആ കളികളും ഈ രീതിയിൽ ഇസ്ലാമികമല്ല. നാലാമത്തൊരു കാര്യം, ഇസ്ലാം അനുശാസിക്കുന്ന വാജിബാത്തുകൾ, നിർബന്ധമായ കടമകൾ നഷ്ടപ്പെടുത്തുന്നവയാകരുത്. കളിയിൽ അങ്ങ് മുഴുകി നിസ്കാരം അങ്ങനെ നടന്നു പോകും, ഫർളായ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഖളാ ആക്കുന്ന ആളുകൾ, നിർബന്ധമായ നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകൾ, ഇങ്ങനെയെല്ലാം അള്ളാഹു വാജിബാക്കിയ അനുശാസിച്ച നിർബന്ധമായ കാര്യങ്ങൾ, ചിലപ്പോൾ വാപ്പയോ ഉമ്മയോ രോഗിയായി വിഷമിക്കുന്നുണ്ടാകും. അവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇവൻ കളിയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ, വിനോദത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അത് വീഴ്ചയാണ്, കുറ്റമാണ്, തെറ്റാണ്. അതേപോലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള കളികൾ, അവരുടേതായ കായിക ശേഷിയോ അധ്വാനങ്ങളോ ഒന്നും പരിഗണിക്കാതെ ചില കട്ടകൾ കുലുക്കിയിട്ട് പാമ്പും കോണിയും കളിക്കുന്നത് പോലെ കുറെ സമയം അങ്ങ് വേസ്റ്റാക്കുകയാണ് എന്നല്ലാതെ അതിലൊരു എഫേർട്ടും ഒരു ബുദ്ധിപരമോ ശാരീരികമായ അധ്വാനമോ പരിശീലനമോ ഒന്നുമില്ലാതെ ഒരാളങ്ങനെ കുലുക്കിയിടും. അയാൾക്ക് 6 പുള്ളിയുള്ള കട്ടയാണ് വീണതെങ്കിൽ 6 പോയിന്റ് അയാൾക്ക് കയറാൻ പറ്റും. വേറൊരു സാധു, അയാൾക്ക് 2 കിട്ടിയുള്ളൂ എങ്കിൽ 2 പ്രാവശ്യം അയാൾ നീങ്ങുള്ളൂ. ഇങ്ങനെ പ്രത്യേകിച്ചൊരു നന്മയില്ലാത്ത ഭാഗ്യനിർഭാഗ്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്ന കളികൾ, അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഇബ ബിൻ നർദശീർ, നർദശീർ കളി ആരെങ്കിലും കളിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള കട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഗ്യം നിർണയിക്കുന്ന കളികളാണ്. ഫകഅന്നമാ സബഗ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ വദമി, പന്നിയുടെ മാംസവും രക്തവും കയ്യിൽ പുരണ്ട ആ നിഷിദ്ധമായ മാലിന്യങ്ങൾ കയ്യിൽ പുരണ്ടവനെ പോലെയാണ് അത്തരം കളികളിൽ ഏർപ്പെടുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. എന്നാൽ മനുഷ്യന് ഏതെങ്കിലും നിലക്ക് ഉപകാരമുള്ള, ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും ഊർജവും ഒക്കെ നൽകുന്ന കളികളാണെങ്കിൽ അത് നല്ലതാണ്, അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നീന്തൽ പരിശീലനം വളരെ ആവശ്യമാണ്. വേറെ എല്ലാ വിഷയത്തിലും നല്ല അറിവും കഴിവും ഒക്കെയുള്ള ആളുകളാണെങ്കിലും വെള്ളത്തിൽ വീണാൽ ആ അറിവും കഴിവും ഒന്നും ഉപകരിക്കുകയില്ല. നീന്താൻ പഠിച്ചാൽ അത് രക്ഷയാണ്, നന്മയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ ആ ഒരു സംഗതി ഉണ്ടായിരിക്കണമെന്നത് ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നുണ്ട്. അല്ലിമു സിബിയാനകും അർരിമാഹ വസ്സിബാഹ്, അമ്പെയ്ത്ത് വിദ്യയും നീന്തൽ പരിശീലനവും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്ന് പഠിപ്പിച്ചത് കാണുവാൻ സാധിക്കും. അതേപോലെ അമ്പെയ്ത്ത്, കുതിര സവാരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് ശാരീരികമായ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഉപകാരപ്പെടുന്ന സംഗതിയാണ്. മതപരമായ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന കളികളുണ്ട്, ക്വിസ് മത്സരങ്ങൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ഏറ്റവും നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പാരായണം ചെയ്യുവാനുള്ള പരിശീലനം. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് ഫഹാദിഹിൽ അൽആബു മുസ്തഹബ്ബ, അത് കേവലം അനുവദനീയം എന്നതിനേക്കാൾ അപ്പുറത്ത് അഭിലഷണീയമായ ഒരു നന്മയായ കാര്യമാണ്. വതുഅജറു അലൈഹൽ ലാഇബ്, ആ കളിയുടെ കളിക്കുന്ന ആൾക്ക് പ്രതിഫലവും കിട്ടും. മത്താ ഹസുനത് നിയ്യത്തുഹു, അയാളുടെ നിയ്യത്ത് നന്നായാൽ. അയാൾ ആ കളികളിൽ ഏർപ്പെടുന്നതിലൂടെ
ഒരു ശാരീരികമായ ഉന്മേഷവും ഊർജ്ജസ്വലതയും റബ്ബിനെ വഴിപ്പെട്ട് നന്മകൾ ചെയ്യാൻ, എന്റെ ആരോഗ്യം സംരക്ഷിക്കണം, അതിനിതൊക്കെ വേണം എന്ന രീതിയിൽ നല്ല നെയ്യത്തോടു കൂടിയാണ് ഇത്തരം കളികളിലും വിനോദങ്ങളിലും അയാൾ ഏർപ്പെടുന്നതെങ്കിൽ അതിന് പുണ്യമുണ്ട്, കൂലിയുണ്ട് എന്ന് വരെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അമ്പെയ്ത്ത് മത്സരം നടത്തുന്നു. അഥവാ അമ്പെയ്യുവാൻ പരിശീലിക്കുകയും കൃത്യമായ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ആളുകളെ അവർ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഇർമു ബനി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെ നിങ്ങൾ അമ്പെയ്ത്ത് പരിശീലിക്കണം. ഫഇന്ന അബാകും കാന റാമിയ, നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല അമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇമാം അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണത്. ഇതിനോട് ഖിയാസാക്കി തുലനം ചെയ്തുകൊണ്ടാണ് പണ്ഡിതന്മാർ മറ്റുള്ള കളികളെയും ചേർത്ത് പറഞ്ഞത്. അഥവാ മനുഷ്യന് ഉപകാരമുള്ള ശാരീരികവും മാനസികവുമായി ഉണർവും ഉന്മേഷവും ഉല്ലാസവും ഒക്കെയാകുന്ന കളികളാണെങ്കിൽ അത് പ്രോത്സാഹനീയമാണ് എന്ന് പറയുവാനുള്ള കാരണം അതാണ്. ചുരുക്കത്തിൽ പണ്ഡിതന്മാർ ഇത്തരം കളികളെ, വിനോദങ്ങളെ രണ്ട് തരമാക്കി വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് അൽആബുൻ മുസ്തമില അലാ മുഹറം, ചില കളികൾ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ ഉൾക്കൊള്ളുന്നവയായിരിക്കും. കഅൽആബ് ബിത്തമാസീൽ ഔ സുവർ ലിദവാത്തിൽ അർവാഹ്, വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകളുടെ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള കളികൾ, അതല്ലെങ്കിൽ ആത്മാവുള്ള ജീവികളുടെ രൂപം ഉണ്ടാക്കിക്കൊണ്ട്, ഔ തസ്ഹബുഹൽ മൂസീഖ, സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള കളികൾ. ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ഹദീസുകളിൽ വിലക്ക് വന്ന സംഗതിയാണ്. ആ തെറ്റുകൾ ഇതിന്റെ കൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് കളിയല്ലേ ആകാമെന്നല്ല, ഇതുള്ളത് കൊണ്ട് ആ കളി തന്നെ പാടില്ല എന്ന രീതിയിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഔ അൽആബുൻ തുഅദ്ദി ഇല ശിജാരി വന്നിസാഇ വൽ വുഖൂ' ഫീ റദാഇലിൽ ഖൗലി വൽ ഫിഅൽ, ചില കളികളും മത്സരങ്ങളും വാശിയേറി അവിടം വരെ എത്തുമെന്ന് ചോദിച്ചാൽ അടിയിലേക്കും കലഹത്തിലേക്കും പിണക്കത്തിലേക്കും മോശമായ തെറിയും അതുപോലെയുള്ള വർത്തമാനങ്ങളും പറയുന്നതിലേക്കും ഒക്കെ എത്തുന്ന രീതിയിൽ ഓവർ സ്പിരിറ്റായി വരുന്ന കളികളും മത്സരങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കണം. ഫഹാദിഹി തദ്ഖുലു ളിംനൽ മൻഹി അൻഹു, ഇതൊക്കെ വിലക്കപ്പെട്ട സംഗതിയാണ്. മദ്യപാനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ പിശാച് അതിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അത് തടയും. ചില കളികളും വിനോദങ്ങളും ഒക്കെ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിച്ചതിന്റെ, മദ്യപാനിയുടെ ഒരവസ്ഥയിലേക്ക് ആ കളികൾ, അതിന്റെ ലഹരി നമ്മളെ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ തിന്മയിലേക്ക് എത്തിക്കുന്ന, തിന്മയുടെ വഴി മരുന്നിട്ട് കൊടുക്കുന്ന എല്ലാ സംഗതികളും തിന്മയായി ഗണിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. രണ്ടാമത്തെ കാര്യം അൽളർബുസാനി അൽആബുൻ ഗൈറു മുസ്തമില അലാ മുഹറം, ഇത്തരം നിഷിദ്ധങ്ങളൊന്നും കടന്നു വരാത്ത കളികൾ. വലാ തുഅദ്ദി ഫിൽ ഗാലിബി ഇലാ ഹറാം, അത് ഹറാമിലേക്ക് എത്തിക്കുകയും ചെയ്യുകയില്ല. അങ്ങനെയുള്ള കളികൾ, ആ കൂട്ടത്തിലാണ് ഫുട്ബോൾ, ടെന്നീസ്, അതേപോലെ വോളിബോൾ പോലെയുള്ള കളികളെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. അത് ശാരീരികമായ ചില നേട്ടങ്ങളും ഗുണങ്ങളും നമുക്കുണ്ടാക്കി തരും, മാനസികമായ ഉല്ലാസങ്ങൾ അതിലൂടെയുണ്ട്. എന്നാൽ ഇത്തരം കളികളിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ചില ഉപാധികൾ പണ്ഡിതന്മാർ അതിന്റെ കൂടെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ഒന്ന് ഖുലുവുഹാ മിനൽ ഖിമാർ, അഥവാ ചൂതാട്ടം, പന്തയം അതിന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല. കളിയുടെ പേരിൽ പണം വെച്ചുകൊണ്ടുള്ള കളിയാകരുത്. അതല്ലെങ്കിൽ അതിന്റെ പേരിൽ പന്തയം നടത്താൻ, ബെറ്റ് വെക്കുവാൻ പാടുള്ളതല്ല. ഇതൊക്കെ വേറെ രീതിയിൽ വിലക്കപ്പെട്ട സംഗതികളാണ് എന്നുള്ളത് കൊണ്ട് അനുവദനീയമായ കളികളുടെയും വിനോദങ്ങളുടെയും കൂടെ ഇടം പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം അല്ലാ തകൂന സ്വാദത്തൻ അൻ ദിക്രില്ല, ഈ കളികളൊന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയുന്നതാകരുത്. നമസ്കാരത്തിന്റെ സമയമായാൽ ഏത് കളിയും അവിടെ നിർത്തി അള്ളാഹുവിനെ സുജൂദ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന, അതുമല്ലാത്ത ഏതെങ്കിലും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങൾ അതിലൊന്നും വീഴ്ച വരുത്താതെയുള്ള കളികളായിരിക്കണം. മെയിനായ കാര്യങ്ങൾ മെയിനായ സ്ട്രീമിൽ തന്നെ നടന്നു പോകുന്നതോടൊപ്പം ഒരു സൈഡായി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് മാത്രം. മതപഠനം, ഖുർആൻ പാരായണം, ഖുർആൻ പഠനം,
ദീനും ദഅവത്തും ഇതൊക്കെ ഒഴിവാക്കി വെറും കളിയുടെ ആളായി അതിന്റെ പിന്നാലെ പോകുന്ന രീതി, അത് ഹലാലായ കളിയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞതിന് ന്യായീകരിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം പാലിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കാര്യം, അല്ലാ തസ്തഗ്രിക കസീറൻ മിനൽ വഖ്ത്, നമ്മുടെ സമയത്തിന്റെ ഭൂരിഭാഗവും ആ കളിയും വിനോദവും അപഹരിക്കുന്നതാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ജീവിതം അതിനു വേണ്ടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദുനിയാവിലെ ഒരു ചെറിയ വിനോദം, ചെറിയൊരു സമയം അതിനു വേണ്ടി വിനിയോഗിക്കാൻ അള്ളാഹു അനുവദിച്ചപ്പോൾ അത് ലക്ഷ്യമായി മാറാൻ പാടില്ല. പരലോക വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് തടസ്സമാകാത്ത രൂപത്തിലായിരിക്കണം ഇത്തരം കളികളും വിനോദവും ഒക്കെ ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, മൻ സ്വാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആരാണ്, ആരുടെ ഖബറാണിത് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തിയുടേതാണ് എന്ന് പറഞ്ഞ് ആ ഖബറിനെ ഒന്ന് പരിചയപ്പെട്ട് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശം, ആ ഖബറിലേക്ക് മാത്രമല്ല എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ഉൾക്കൊള്ളേണ്ട സംഗതി, റക്അത്താനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാക്കും, 2 റക്അത്ത് നമസ്കാരം ആ ഖബറിൽ കിടക്കുന്ന ആൾ കൊതിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദുനിയാവ് മൊത്തം തരാമെന്ന് പറഞ്ഞാലും വേണ്ട, 2 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ അതിന്റെ പുണ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ കൊതിക്കുകയാണ്. ഇന്ന് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ ശേഷിയുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ കളിയുടെയും വിനോദത്തിന്റെയും പിന്നാലെ പോകുമ്പോൾ നാം തൊട്ടടുത്ത ദിവസം, തൊട്ടടുത്ത സമയം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ നമ്മളും ആ ഖബറിൽ വെച്ച് കൊതിക്കുകയാണ്. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ സമയത്തിന്റെയും ജീവിതത്തിന്റെയും വില മനസ്സിലാക്കാതെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സച്ചരിതരായ മുൻഗാമികൾ, സ്വഹാബികൾ, സലഫുസ്സാലിഹ്യങ്ങൾ ശ്രദ്ധിച്ചു, അവർ സൂക്ഷിച്ചു. ദുനിയാവിന് മൊത്തം അവർ നൽകിയ വില പരലോകത്തെ അപേക്ഷിച്ച് വളരെ വളരെ തുച്ഛമായിരുന്നു, നിസ്സാരമായിരുന്നു എന്നത് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ വറബത് ശംസുഹു നഖസ ഫീഹി അജ്ലി വലം യസ്ദ് ഫീഹി അമലി. എന്താണ് പറഞ്ഞത്? മാ നദിംതു അലാ ശൈഇൻ നദമി, ഞാൻ ഒരു കാര്യത്തിലും ഇത്ര കണ്ട് ഖേദിച്ചിട്ടില്ല, എനിക്ക് വല്ലാത്ത മനോവേദനയും പ്രയാസവും തോന്നിയിട്ടില്ല. അലാ യൗമിൻ, ഒരു ദിവസത്തിന്റെ കാര്യത്തിൽ ഉള്ളതുപോലെ. ഏതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? വറബത് ശംസുഹു, ആ ദിവസം അങ്ങ് കഴിഞ്ഞു, അന്ന് സൂര്യൻ അസ്തമിച്ച് ആ ദിവസം അവസാനിച്ചു. നഖസ ഫീഹി അജ്ലി, ആ ദിവസത്തിലൂടെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക്, എന്റെ ആയുസിന്റെ അവസാന തീയതിയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ അവധിയിൽ എനിക്ക് അള്ളാഹു നൽകിയ അവസരങ്ങളിൽ, ദിവസങ്ങളിൽ ഒന്ന് കൊഴിഞ്ഞുപോയി. പക്ഷേ വലം യസിദ് ഫീഹി അമലി, ഒരു നന്മയും ചെയ്ത് ആ ദിവസത്തെ പരിപോഷിപ്പിക്കുവാൻ, നന്മയുള്ളതാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വരുന്നതാണ്. എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും എനിക്ക് അസഹ്യമായിട്ടുള്ളത്, എനിക്ക് ഖേദവും പ്രയാസവും തോന്നിയത് എന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ഓക്കെ, നമ്മുടെയൊക്കെ ജീവിതം എത്രയായിരിക്കും? എന്തെല്ലാം നന്മകൾ ചെയ്യാൻ അവസരമുണ്ടായിട്ടും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. നന്മകൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തിന്മകൾക്ക് വേണ്ടി നമ്മൾ ആരോഗ്യവും സമയവും സമ്പത്തും എത്ര കണ്ട് വിനിയോഗിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ വചനം, വമിനന്നാസി, അല്ലാഹ് പറയാൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ യഷ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, അതിലൂടെ അവർ അറിഞ്ഞോ അറിയാതെയോ എന്താണ് ചെയ്തു തീർക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ സ്വയം തെറ്റുകയും മറ്റുള്ള ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ആ കളിയുടെ വിനോദത്തിന്റെ പേരിൽ അവരൊക്കെ കൂടിയിരുന്ന് അവർ വേണ്ടാത്തത് പലതും പറഞ്ഞ്, നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരം ശ്രദ്ധിക്കാതെ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിപ്പോവുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തെയും ദീനിനെയും ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും കേട്ടാൽ, കളി വിനോദത്തിൽ മുഴുകി നിൽക്കുന്ന ആളോട് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞ്, നിന്റെ ഒരു ബാങ്ക് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കും. അള്ളാഹുവിന്റെ ഷിആറുകളെ, മതചിഹ്നങ്ങളെ, അതേപോലെ തന്നെ ദീൻ പഠിപ്പിച്ച പല കാര്യങ്ങളെയും പരിഹസിക്കുന്നതിലേക്ക് വരെയും അവരെ എത്തും. അങ്ങനെയാകുമ്പോൾ ഉലൈക ലഹും അദാബും മുഹീൻ,
നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞു, ലമ്മാ ദക്കറ തആല ഹാല സുഅദാ, ജീവിതത്തിൽ വിജയം വരിച്ച ആളുകളുടെ അവസ്ഥകൾ അല്ലാഹു പറഞ്ഞപ്പോൾ, വഹുമുൽ ലദീന യഹ്തദൂന ബികിതാബില്ലാഹ് വയൻതഫിഊന ബിസമാഇ, ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഖുർആൻ ശ്രദ്ധിച്ച് കേട്ട് അതിലൂടെ അറിവും പുണ്യവും ഒക്കെ കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ ചില ആളുകളുടെ അവസ്ഥയാണ് തുടർന്ന് പറഞ്ഞത്. അല്ലദീന അഅറളൂ അനിൽ ഇൻതിഫാ സമാഅ കലാമില്ലാഹി, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ, അത് പഠിക്കാൻ, അതിൽ നിന്ന് ഉപകാരമെടുക്കാൻ തയ്യാറല്ലാതെ തിരിഞ്ഞു പോകുന്ന ആളുകൾ. വഅഖ്ബലൂ അല ഇസ്തിമാഇൽ മസാമീർ, അവർക്ക് വിനോദം, കളിയും അതേപോലെ തന്നെ സംഗീതങ്ങളും ഒക്കെ കേൾക്കാനാണ് താല്പര്യം. വൽ ഖിനാ, അതേപോലെ തന്നെ സംഗീതങ്ങൾ നിറഞ്ഞ മോശമായ പാട്ടുകളും അതേപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ അവർ സമയം ചെലവഴിക്കുന്നു. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം കൂടി അവിടെ അദ്ദേഹം പ്രത്യേകം ചേർത്ത് പറയുന്നുണ്ട്. പണം കൊടുത്ത് വാങ്ങണമെന്നില്ല ഇത്തരത്തിലുള്ള വിനോദ വർത്തമാനങ്ങൾ, മറിച്ച് അത് ഒരു നല്ല കാര്യമായി കാണുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ തന്നെ അത് അപകടമാണ് എന്നർത്ഥം. അഥവാ ഈ പറഞ്ഞ അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട നമ്മുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും മറന്നുകൊണ്ട് അതിനേക്കാൾ ഒരു പ്രാധാന്യവും അതൊക്കെ ആവശ്യമാണ് എന്ന രീതിയിൽ പ്രോത്സാഹനവും നൽകുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഗണത്തിൽ നമ്മൾ പെട്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിഹസ്ബിൽ മർഇ മിനൽ ളലാലതി അൻ യഖ്താറ ഹദീസൽ ബാതിലി അലാ ഹദീസിൽ ഹഖ്, ന്യായമായ സത്യമായ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ, അത് കേൾക്കുന്നതിനേക്കാൾ മോശമായ നിരർത്ഥകമായ കാര്യങ്ങൾ പറയാനും അത് കേൾക്കുവാനുമൊക്കെ ഒരാൾ സമയം കണ്ടെത്തുന്നുവെങ്കിൽ അത് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദലാലത്തായി, വഴികേടായി മതിയാകുന്നതാണ്. വമാ യളുറു അലാ മാ യൻഫഅ, ഉപകാരത്തെക്കാൾ ഉപദ്രവത്തെ ഒരാൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് അയാളുടെ വഴികേടിനുള്ള അടയാളമാണ് എന്നുള്ള കാര്യം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കളിയും വിനോദവും ഒക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. അതിന് അതിൻ്റെതായ ചില പരിധികളും മേഖലകളുമുണ്ട്. അത് മെയിനായി നമ്മൾ കണ്ടുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പഠനം, ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് കുടുംബത്തിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധിക്കാതെ കളിയും വിനോദവുമായി പോകുന്ന ആളുകൾ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢികളാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും തികഞ്ഞ പക്വതയും തന്റേടവും നൽകി ഹക്ക് ഹക്കായി മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള തൗഫീക്ക് നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. ആ വിഷയത്തിൽ വളരെ ആവേശവും മത്സരബുദ്ധിയും ആ നാട്ടുകാർക്കുള്ളതിനേക്കാളേറെ മലയാളികളായ, വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകൾക്കുമുണ്ട് എന്നത് ഓരോ രംഗത്തെയും ഓരോ സ്ഥലത്തെയും പരിപാടികളും അവരുടെ കളികളുമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആവേശം അതിര് കടക്കുന്നത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, പടച്ചറബ് ഓരോന്നും ചോദ്യം ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. പല സ്ഥലങ്ങളിലും കൂറ്റൻ ഫ്ലക്സുകളാണ്. വാശിയോടുകൂടി വലിയ തുകകൾ ചെലവഴിച്ച് നല്ല സമയം വിനിയോഗിച്ച് നല്ല അധ്വാനവും എഫേർട്ടുകളുമൊക്കെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാർ അവരുടെ ആ മാൻ പവറും അവർ ചെലവഴിക്കുന്ന സമയവും സമ്പത്തുമൊക്കെ
ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന നന്മകൾക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം നന്മകൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊന്നും പറയുമ്പോൾ ഇസ്ലാമിൽ അതൊന്നും പാടില്ല, കളിയും ചിരിയും അതേപോലെ മത്സരങ്ങളൊന്നും ഇല്ലാത്തതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് വിശദമായി ആദ്യ ഭാഗം ഞാൻ ആ കാര്യം വിശദീകരിച്ചത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അലാം സെറ്റ് ചെയ്ത് ഉറക്കമൊഴിച്ച് കളി കാണുന്ന ആളുകളുണ്ട്. അവർ സുബ്ഹി ജമാഅത്ത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് യാതൊരു ബേജാറും പേടിയും വെപ്രാളവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരാൾ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചാൽ അയാൾ അന്നത്തെ ദിവസം പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ്. പക്ഷേ അതൊന്നും ഒരു പ്രയാസമല്ലാതെ, ഒരു പ്രശ്നമല്ലാതെ സുബ്ഹിയുടെ സമയത്ത് കിടന്നുറങ്ങിയിട്ടാണെങ്കിലും, സുബ്ഹി നിസ്കരിച്ചില്ലെങ്കിലും, കളിയുടെ കാര്യം കൃത്യമായി സമയം നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചാടി എഴുന്നേറ്റ് റമദാനിൽ നോമ്പെടുക്കാൻ വേണ്ടി അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് പോലെ കൃത്യമായി അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, ദീനിയായ മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് സമയമുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അടുത്ത നിമിഷം നമ്മൾ ഖബറിലേക്കായാൽ അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കെ തന്നെ അള്ളാഹു ഏതെങ്കിലും പരീക്ഷണങ്ങൾ നൽകിയാൽ, 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നിയാലും നടന്ന് പള്ളിയിലേക്ക് പോകാൻ പറ്റാതെ രോഗിയായോ തളർന്നു പോവുകയോ ഒക്കെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ കളികളുടെ പേരിൽ വാതുവെപ്പുകൾ നടത്തുമ്പോൾ, അതേപോലെ ഇഷ്ട ടീമിന്റെയും പ്ലെയേഴ്സിന്റെയും ഒക്കെ ഡ്രസ് കോഡ് സ്വീകരിച്ച് അവരുടെ ഹെയർ സ്റ്റൈൽ ഒരു മാതൃകയാക്കി നന്മയായി കണ്ടുകൊണ്ട് അനുകരിക്കുന്ന രീതി, ഇതൊന്നും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, ശരിയല്ല എന്ന കാര്യം ദീൻ പഠിച്ച ഒരാളോടും ബുദ്ധിയും വിവേകവുമുള്ള ഒരാളോടും പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയല്ല. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് മറ്റേത് വിഭാഗം ആളുകളെക്കാളും നമ്മുടെ സമുദായത്തിലെ ആളുകൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു പടി മുന്നിലാണ് എന്നുള്ളത് കൊണ്ട് ഇത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഈ ഒരു ഖുതുബയിൽ അങ്ങനെ പ്രത്യേകം പരാമർശിച്ചത്. കാര്യങ്ങളൊക്കെ വിശദമായി വ്യക്തമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണം ഏത് സമയവും നമ്മുടെ അടുക്കിലേക്ക് ഓടിയെത്താം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പടച്ചറബ് നമുക്ക് നൽകിയ ആരോഗ്യവും ആയുസ്സും സമ്പത്തും സമയവും എല്ലാം അള്ളാഹു പരലോകത്ത് നമ്മളോട് ചോദിക്കും എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഏത് വിനോദത്തിലും കളിയിലും കാര്യത്തിലും നമ്മൾ ഇടപെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തിരിച്ചറിവും പക്വതയും വിവേകവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത്, അവരുടെ നിർദ്ദേശമുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സഹോദരൻ 40-45 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഈ മഴക്കാലത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസ് ഭാഗം ഒന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ വീണ് ഇപ്പോൾ കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വിളിച്ചു പറഞ്ഞിരുന്നു ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മാരകമായ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി അള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യുവാക്കൾക്ക് കൃത്യമായ ദിശാബോധവും നന്മയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിച്ച് വിജയം നൽകി നമ്മെ ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.